നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കണ്ണൂർ കൈവിട്ടു പോവുകയാണോ എന്ന അങ്കലാപ്പിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ. ആദ്യം ലോക്സഭാ ഇലക്ഷനിലെ പരാജയം. ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വീട് സന്ദർശിക്കുന്നു. കാര്യം മറ്റൊന്നുമല്ല, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് കണ്ണൂരിലെത്തും. രാവിലെ 11 മണിക്ക് കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി മാടായിക്കാവ് രാജരാജേശ്വരി ക്ഷേത്രം, പറശ്ശിനിക്കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. തുടർന്ന് പയ്യാമ്പലത്തെ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും. തുടർന്ന് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രിയും CPM നേതാവുമായിരുന്ന EK നായനാരുടെ വീട്ടിലെത്തി ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിക്കും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് EK നായനാരാണെന്ന് അദ്ദേഹം നേരത്തെ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ശേഷം കൊട്ടിയൂർ ക്ഷേത്രത്തിലും ദർശനം നടത്തും. പിന്നീട് തൃശൂരിലേക്ക് മടങ്ങും. ഇതോടെ അല്പം അങ്കലാപ്പിലാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ് ചില റിപ്പോർട്ടുകൾ. പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അപ്രതീക്ഷിതമായി കിട്ടിയ വകുപ്പാണ് പെട്രോളിയം വകുപ്പെന്നും ഭാരിച്ച ഉത്തരവാദിത്തമാണിതെന്നും പറഞ്ഞു. കൊല്ലത്ത് പെട്രോൾ സാന്നിധ്യമുണ്ട് എന്ന റിപ്പോർട്ടുകളിൽ വിശദമായി പഠിച്ച് വേണ്ടതുപോലെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു മലയാളി മന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിന്റെ സത്യസന്ധമായ അന്വേഷണം നടത്താനും ഫലവത്തായ ഇംപ്ലിമെന്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും കൂട്ടിച്ചേർത്തു. കേരളം ഇന്ത്യൻ ടൂറിസത്തിന്റെ പ്രൈം ഡെസ്റ്റിനേഷനാണ് എന്ന പ്രീപോൾ ചർച്ചകളിൽ വ്യക്തമാക്കിയതാണ്. ആ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്ത് ഭാരതത്തിന്റെ ടൂറിസത്തിന്റെ തിലകക്കുറിയാക്കും കേരളം. ടൂറിസത്തിൽ ഇതുവരെ തൊടാത്ത മേഖലകൾ അന്വേഷിക്കും, അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രി പദത്തിന് ശമ്പളം വേണ്ടെന്ന് സുരേഷ് ഗോപി. ഇതിന്റെ ശമ്പളം ഞാൻ എടുക്കില്ല, ഇത് രാജ്യസഭയിൽ ചെയ്ത പോലെ ചെയ്യും. എനിക്ക് സിനിമ എന്ന തൊഴിലേ അറിയൂ, വേറെ വരുമാന മാർഗം ഇല്ല. വ്യക്തിപരമായ ബാധ്യതകൾ നിറവേറ്റപ്പെടണം. സിനിമാ ചിത്രീകരണ സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിക്കാൻ ആലോചിക്കുന്നു. വിശദമായി പിന്നീട് പറയാം. കുലം വേണ്ടാത്തവനെ നാടിനും വേണ്ട. മന്ത്രാലയത്തിൽ സ്ഥാനം ഏറ്റെടുത്ത ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചു. എയിംസിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എയിംസിന് വേണ്ടി നൽകിയ സ്ഥലം പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ലിസ്റ്റിൽ വന്നില്ലെന്നും കൂട്ടിച്ചേർത്തു. ലിസ്റ്റിൽ വന്നാൽ ബജറ്റിൽ വെച്ച് തീർച്ചയായും സാധിച്ചെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിലവിൽ കോഴിക്കോട് ജില്ലയാണ് സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി സ്ഥലം കണ്ടിരിക്കുന്നത്. എന്നാൽ എൻഡോസൾഫാൻ ബാധിത പ്രദേശമായ കാസർഗോഡ് എയിംസ് പോലൊരു ആരോഗ്യ സ്ഥാപനം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. പ്രദേശവാസികൾ വൻതോതിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ കേന്ദ്ര സഹമന്ത്രിയെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മാർ തട്ടിൽ ഉൾപ്പെടെയുള്ള സഭാ നേതാക്കളെ വിളിച്ച് സുരേഷ് ഗോപി അനുഗ്രഹം തേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.